സുഗന്ധഗിരി മരംമുറിയിൽ വയനാട് DFO ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ കണ്ടെത്തൽ വന്നിരിക്കുന്നു. ഉദ്യോഗസ്ഥർ വനം കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തുവെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. വനമന്ത്രി AK ശശീന്ദ്രൻ 24-നൊപ്പം ചേരുന്നുണ്ട്. സമീർ സി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിക്കൊപ്പം വനമന്ത്രിയുണ്ട്. സമീർ, എന്താണ് ഈ കാര്യത്തിൽ വനമന്ത്രി പറയുന്നത്? DFO ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് ഗുരുതരമായ കണ്ടെത്തൽ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. വനമന്ത്രിക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്? ഗോപി, സുഗന്ധഗിരിയിൽ വലിയ രീതിയിലുള്ള മരം കൊള്ളയാണ് നടന്നിരിക്കുന്നത്. വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരാവട്ടെ ഉദ്യോഗസ്ഥരുമാണ്. DFO ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് അന്വേഷണ റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നത്. മിനിസ്റ്റർ, ഏത് വിധത്തിലുള്ള നടപടികളാണ് ഉണ്ടാകുക? വേലി തന്നെ വിളവ് തിരുങ്ങുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. വനം വകുപ്പിലെ വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമാണ് സുഗന്ധഗിരിയിലെ വനമുറിയുമായി ബന്ധപ്പെട്ട ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. അവർ വിശദമായ പരിശോധന നടത്തിയപ്പോൾ വനം വകുപ്പിലെ വാച്ചർ മുതൽ DFO വരെ ഉൾപ്പെടെ 18 പേരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഇനിയും ഒരു തരത്തിലുള്ള ഇടപെടലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല. നിയമാനുസൃതമായി എന്തെല്ലാം നടപടികളാണോ സ്വീകരിക്കേണ്ടത് ആ നടപടികൾ കർശനമായി തന്നെ ആ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് വിജിലൻസ് മേധാവിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. മാതൃകാപരമായ ശിക്ഷയായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. വനം കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വനം വകുപ്പിൽ സൂര്യവിഹാരം നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. നേരത്തെ മുട്ടിൽ മരമുറിയുടെ പശ്ചാത്തലത്തിൽ അത് വനം വകുപ്പ് മാത്രം അന്വേഷിച്ചാൽ മതിയാകില്ല, ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ ഉണ്ടാകുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് സുഗന്ധഗിരിയിലും. അങ്ങനെയെങ്കിൽ അതിൻ്റെ പോലീസ് അന്വേഷണത്തിന് കൂടി സർക്കാർ അത്തരം ശുപാർശ കൂടി വനം വകുപ്പ് ചെയ്യുന്നുണ്ടോ? അല്ലാതെ അവരുമായി ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ ആ കാര്യത്തിൽ അന്വേഷണം ഇന്ന വിധത്തിലായിരിക്കണം എന്ന നിലക്കൊന്നും നമ്മളത് പറയാൻ പോകുന്നില്ല. നമുക്കിതൊരു മാതൃകാപരമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് പരമാവധി ശിക്ഷ നൽകാൻ ഏതുതരം നടപടിയാണോ സ്വീകരിക്കേണ്ടത് നിയമം അനുസരിച്ച് ആ എല്ലാ നടപടിയും സ്വീകരിക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ ഇന്ന വിധത്തിലായിരിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സംഭവവികാസങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിനും ഗവൺമെൻറ്റിന് മടിയൊന്നുമില്ല. DFO ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് റിപ്പോർട്ട്. ആ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ ആളുകൾ DFO ആയാലും അതിൻ്റെ മേലെയുള്ള ഉദ്യോഗസ്ഥനായാലും ആരായാലും, അത് DFO എന്ന് പറയുന്നതിനൊരു പ്രത്യേകതയൊന്നുമില്ല. ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത്, ആരുടെ ഭാഗത്താണോ വീഴ്ചയുണ്ടായിട്ടുള്ളത്, ആ വീഴ്ചയുടെ തോതനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് കിട്ടണം. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ആ നിലക്കുള്ള നിർദ്ദേശമാണ് ഗവൺമെൻറ്റിൽ നിന്നും അവർക്ക് പോയിട്ടുള്ളത്. അപകടകരമായ അവസ്ഥയിലുള്ള 20 മരം മുറിക്കാൻ മാത്രമാണ് അനുമതി. അവിടെയാണ് 120-ലധികം മരങ്ങൾ മുറിച്ചിരിക്കുന്നത്. വലിയ ഒരു കോടികളുടെ മരം കൊള്ളയാണല്ലോ നടന്നിട്ടുള്ളത്. അല്ല, അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണല്ലോ ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുക. അത് തന്നെ പുറത്തുനിന്നുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടീമിനെ നിയോഗിക്കാനിടയായത് ആ പ്രദേശത്തുള്ളവരെ ഉൾക്കൊള്ളുന്ന ഒരു അന്വേഷണം ഫലപ്രദമാവുകയില്ല എന്ന് കണ്ടതുകൊണ്ടാണ്. അപ്പോൾ വനം കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് കർശനമായ നിലപാടാണ് സ്വീകരിക്കുക. ശരി, വനം കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ നിലപാടിൽ മയമുണ്ടാകില്ല എന്നാണ് വനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. സമീർ സി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയുമായി വനമന്ത്രി സംസാരിച്ചു.